തീരെ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു 7 days സ്കിൻ ബ്രൈറ്റനിങ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള സിമ്പിളായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഫേസ് മാസ്കുകളും സ്ക്രബൊക്കെ ആട്ടോ ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ കൊണ്ടുവന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. എൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണിന് ചുറ്റും നല്ല കരിവാളിപ്പുണ്ടായിരുന്നു. എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും. എൻ്റെ കണ്ണിന് ചുറ്റും നല്ല കറുപ്പുണ്ടായിരുന്നു, എൻ്റെ ചുണ്ട് ഡാർക്കണായിരുന്നു, എൻ്റെ ഇവിടെയായിട്ട് നല്ല കരിവാളിപ്പുണ്ടായിരുന്നു, ഇവിടെയായിട്ട് ചെറിയ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിമ്പിൾസ് വന്നു പോകും, അതിൻ്റെ പാടുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറാൻ സഹായിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും, നിങ്ങളെ ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ 7 days ആണ് ഈ ചലഞ്ച് വരുന്നത്. അപ്പം ഇന്ന് day 1 ആണ്. അപ്പം നമുക്ക് ചലഞ്ചിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം നൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് വളരെ അനുയോജ്യമായിരിക്കും ഈ ഒരു ചലഞ്ച് ചെയ്യാൻ. കാരണം നല്ല വെയിലൊന്നുമില്ലല്ലോ, മഴയല്ലേ. അപ്പം രാത്രി ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇന്ന് day 1 ഞാൻ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റിന് നമുക്കൊന്ന് ഫേസ് വാഷ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഫേസ് വാഷ് ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് ആണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഫേസ് വാഷ് ഉള്ളത് അത് വെച്ചിട്ട് അതൊന്ന് ഫേസ് വാഷ് ചെയ്യാം. ഞാനിപ്പോൾ 2 മാസമായിട്ട് സിമ്പിൾ ഡേ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിന് മുന്നേ ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് ഉപയോഗിച്ചത്. കുറേ ആയിട്ട് ഹിമാലയയുടെ ഫേസ് വാഷ് തന്നെയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തത്. ഇപ്പം ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമാണ്. മുഖം നല്ലോണം ആവി പിടിക്കണം, എന്നിട്ട് ഫേസ് മാസ്ക് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക. സ്റ്റീം ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഇടാവുന്നതാണ്, പക്ഷെ കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാവുക ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, കൈയും കാലും പൊള്ളിക്കരുത് നമുക്ക്. അപ്പം ഞാനിതാ ഇങ്ങനെ ഒരു ഹീറ്ററിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അത് കണ്ണിലേക്ക് അധികം ഡയറക്റ്റ് തട്ടാത്ത രീതിയിൽ കണ്ണിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വെച്ച് തുണി ഒന്ന് വെച്ച് കവർ ചെയ്യട്ടോ. കണ്ണിലേക്ക് അധികം അടിക്കണ്ട. അപ്പം ഞാനത് ശരിക്കൊന്ന് സ്റ്റീം ചെയ്തിട്ട് വരാം കേട്ടോ. നിങ്ങളെ കാണിക്കാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളെങ്ങനെയാണോ സ്റ്റീം ചെയ്യുന്നത് അതുപോലെ ഒന്ന് ആവി പിടിച്ചിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റീം ചെയ്തിട്ട് കാണാം. ഇപ്പം തന്നെ ഫേസ് നല്ലൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് ഫേസ് മാസ്ക് ഇടാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ദോശമാവാണ്. കൊറിയൻ സ്കിൻ കെയറിൽ കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു അരി കൊണ്ടുള്ള ഐറ്റംസ് ആണ്. പച്ചരി വെച്ചിട്ട് അരിപ്പൊടി വെച്ചിട്ടുള്ള ഫേസ് മാസ്കുകളൊക്കെ നല്ല അടിപൊളിയാണ്. ഇതിൽ ഉഴുന്നുണ്ട്. ഉഴുന്നും നല്ലതാണ് ഫേസിലിടുന്നത്. അപ്പം അതൊന്ന് പുളിക്കുമ്പം ഇത് കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്കിത് ഫേസിൽ ഇട്ട് നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപ്പിടാത്ത മാവ് എടുത്ത് വെക്കാൻ ശ്രമിക്കണം. അധികം രാവിലെ ആയിരിക്കുമല്ലോ നിങ്ങൾ ഉപ്പിടുക. അപ്പം ഇടുന്നതിന് മുന്നേ കുറച്ചൊന്ന് മാറ്റി വെക്കാം. കണ്ണിന്റെ അധികം ഉള്ളിലോട്ട് ഇടണ്ട. ബാക്കി എല്ലാ സ്ഥലവും കവർ ചെയ്ത് ഇടട്ടോ. അത് നിങ്ങൾക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യട്ടോ. ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്കിത് തേക്കാവുന്നതാണ്. ഞാനത് കുറേ കാലമായിട്ട് തേച്ച് വരുന്നൊരു സംഭവമാണ് ഈ ദോശമാവ്. നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും അറിയാതായി പോയത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പ്രത്യേകിച്ച് ഇത് അറിയാണ്ടാവരുത്. ആരറിയാണ്ട് പോയാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയാണ്ട് പോകരുത്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു വൈകുന്നേരം കേട്ടോ. നിങ്ങൾക്കിത് രാത്രിയൊക്കെ കിടക്കാൻ പോകുന്നതിൻ്റെ മുന്നൊക്കെ ആയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്കിത് തേച്ച് കഴുകിയിട്ട് കിടക്കാം കേട്ടോ. എന്നാൽ ഉറങ്ങി എണീക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും. മുഖത്ത് മുഖക്കുരു വരാത്തൊരു ഫേസാണ്. പക്ഷെ മുഖക്കുരു വരാൻ കാരണം ഞാൻ ആൽമണ്ട് ഓയിൽ
ദിവസം വൈകുന്നേരം ഞാൻ എന്ത് വെച്ചാൽ മസാജ് ചെയ്തിട്ട് കിടക്കും, അല്ലെങ്കിൽ കഴുകി കളയും. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൽമണ്ട് ഓയിൽ ഒരാഴ്ചത്തോളം ഞാൻ ഉപയോഗിച്ചു. പിന്നെ എനിക്ക് മുഖത്ത് ഒരുപാട് കുരുക്കൾ വരാൻ തുടങ്ങി. അടുത്ത ആരെങ്കിലും കുടുംബക്കാരെ കല്യാണോ ടൂറോ അപ്പോഴൊക്കെ മാത്രം വരുന്ന ഒരാളാണ് ഈ പിമ്പിള്. പക്ഷേ എന്താണ്, ഒരുപാട് ഇവിടെയൊക്കെ വന്നിട്ട് ഫുൾ കറുത്ത കലയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഉണങ്ങണം. ഒരു 15 തൊട്ട് 20 മിനിറ്റ്, ഒരു അധികം ഡ്രൈ ആവാൻ നിൽക്കണ്ട, കുറച്ചൊന്ന് ഡ്രൈ ആവും, ഒരു 15 മിനിറ്റ് മതിയാവും. ഡ്രൈ ആയിട്ട് ഡ്രൈ ആവട്ടെ. ഒന്നും സംസാരിക്കാൻ പറ്റണില്ല. ഫേസ് കൈ നല്ലോണം വെറ്റ് ചെയ്തിട്ട് ഇതിട്ടതിന് ശേഷം ഞാൻ ഇവിടെ ഒന്നും മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒന്നും തീരെ സംസാരിക്കാൻ പറ്റണില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഇവിടെ കൈ നല്ലോണം വെറ്റ് ചെയ്തിട്ട് ഫേസ് ഒന്നും ഭയങ്കരമായിട്ട് മസിൽ പിടിച്ചാൽ നമ്മുടെ മുഖത്ത് പാടുകൾ വീഴും. അതുകൊണ്ട് അധികം ശക്തി ഉപയോഗിക്കാണ്ട് മൈൽഡായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യട്ടോ. കുറച്ചും കൂടെ കയ്യിൽ വെള്ളം ആക്കിയിട്ട് മൈൽഡായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. ഇനി ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. സോറി നേരത്തെ പറഞ്ഞതിൽ ഒരു വിട്ടുപോയി. എന്നോട് നെക്കിൻ്റെ സൈഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയാൻ വിട്ടുപോയി. അപ്പം ഞാൻ പിന്നെയാണ് ഇത് അപ്ലൈ ചെയ്തത് കേട്ടോ. അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഫേസ് കഴുകുന്നതിനേക്കാളും ഇഷ്ടം മാസ്ക് ഇട്ടതിന് ശേഷം ഇങ്ങനെ വൈപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇവിടെ ഇപ്പം വലിയ ലൈറ്റൊന്നും ഇല്ല, ഇരുടായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ലിപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ണിൻ്റെ സൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റബ്ബ് ചെയ്തെടുക്കരുത്, അത് വാഷ് തന്നെ ചെയ്യട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നല്ലേ. എന്താണ്, ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇപ്പം ഇരുടായിട്ടുണ്ടല്ലോ. എൻ്റെ അടുത്ത് വേറെ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഭയങ്കര റിസൾട്ട് തരും കേട്ടോ ഇത്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഫേസ് ഇനി ഒന്ന് ഡ്രൈ ആവും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പം എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഒരു അലോവേര ജെല്ല് എന്തെങ്കിലും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഫേസ് ഭയങ്കര ഡ്രൈ ആയിപ്പോകും. ഞാൻ ഇടുന്നത് പോൺസിൻ്റെ ഒരു ഹൈലറോണിക് ആസിഡ് വരുന്ന ഒരു ജെല്ലാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ലിപ് ബാം ഒന്നുമല്ല, ഇതൊരു ഓയിൻമെൻ്റ് ആണ്. ക്രാക്ക്, ചുണ്ടിലുണ്ടാകുന്ന ക്രാക്ക്. ഇപ്പം ഇവിടെ തണുപ്പും കാറ്റാണ്. അപ്പോൾ കാറ്റിന് ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ നല്ലൊരു ഹൈഡ്രേഷൻ തരും ഈ ഒരു ഓയിൻമെൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. നിങ്ങളെ ലിപ്പ് ഇതുപോലെ ഒരുപാട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് തേക്കാവുന്നതാണ്. അടിപൊളി സാധനമാണ് ഇത്. ആക്ച്വലി ലിപ് ബാം ഒന്നും അല്ല കേട്ടോ, ഇത് ലിപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ. ഇതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്തത്. ഇനി ഡേ 2 ആണ്. അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഈ ചലഞ്ചിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും